Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds Angamali. ഗൾഫിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ബഹ്റൈനിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസമായി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആദ്യ ചാർട്ടർ വിമാനം കൊച്ചിയിലെത്തി. ഗൾഫ് എയറുമായി സഹകരിച്ച് നടത്തിയ ഈ പ്രത്യേക സർവീസിൽ 192 യാത്രക്കാരാണ് ഞായറാഴ്ച രാത്രി 7 മണിയോടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഗൾഫിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ബഹ്റൈനിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസമായി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആദ്യ ചാർട്ടർ വിമാനം കൊച്ചിയിലെത്തി. ഗൾഫ് എയറുമായി സഹകരിച്ച് നടത്തിയ ഈ പ്രത്യേക സർവീസിൽ 92 യാത്രക്കാരാണ് ഞായറാഴ്ച രാത്രി 7 മണിയോടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. 325 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ദുബായ് വിമാനത്താവളം താത്കാലികമായി അടച്ചതാണ് യാത്ര തടസ്സപ്പെടാൻ കാരണമായത്. ഇപ്പോഴും സിറ്റുവേഷൻ സെയിം പോലെ തന്നെയാണ്. നമുക്ക് ഒരു ദിവസവും നമ്മൾ സൗണ്ട് കേൾക്കാതെ ഉറങ്ങുന്നു എണീക്കുന്നതൊക്കെ വിരളാണ് ഇപ്പം. അപ്പം നമ്മൾ വന്നത് ഇപ്പം ബഹ്റിനിൽ ആദ്യത്തെ ചാർട്ടർ ഫ്ലൈറ്റാണ്. BKS ബഹ്റിൻ കേരള സമയത്തിൻ്റെ ആദ്യത്തെ ചാർട്ടർ ഫ്ലൈറ്റ് ത്രൂ ആണ് വന്നത്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുവിധം എല്ലാവരും പാനിക്കാണ് ബഹ്റിനിൽ. സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ എല്ലാം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നത്, ചർച്ചയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. പൊതുവെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് അമേരിക്കൻ ബേസിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് തന്നെ കാണാം മിസൈൽസ് വരുന്നതും ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നതും എല്ലാം കാണാം നമുക്ക്. അപ്പം ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു നമുക്ക് കണ്ട്. പിന്നെ അതൊക്കെ ഒരു തഴക്കായി പോയി. അതുകൊണ്ട് വേറെ ഇപ്പം ജനവാസ മേഖലയിലേക്കുള്ള ഒരു അറ്റാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ മോളിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന വന്ന് വീഴുന്ന ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെപ്പോഴും മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ബേസും പിന്നെ അവരെ ഡിഫൻസിനെയും മാത്രമേ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ ഉണ്ട്. ഇപ്പോൾ എല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിയും ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ വന്നിട്ട് സമാജത്തിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൽ നമ്മൾ വന്ന് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും അതിന് അടുത്ത ദിവസം ഉണ്ട് ചാർട്ടർ ഫ്ലൈറ്റ്. അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയും ഇപ്പം പിന്നെ ട്രാവൽസിലേക്ക് വന്നിട്ടുണ്ട്, ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ബഹ്റൈൻ ത്രൂ നമുക്ക് വരാൻ പറ്റില്ല. ദമാം അല്ലെങ്കിൽ റിയാദ്, സൗദി വഴി നമുക്ക് വരണം. സുനീഷ്. ഞാൻ കോഴിക്കോട്. ഞങ്ങൾ വന്നത് ബഹ്റൈൻ കേരള സമാജത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റായ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഗൾഫ് എയറിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നതാണ്. സിറ്റുവേഷൻ ഇപ്പോൾ പൊതുവെ ശാന്തമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. വല്ലപ്പോഴും ഇങ്ങനെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോൺസ് വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. അല്ലാതെ ഒരു കുഴപ്പങ്ങളില്ല. വിമാനം തിരിച്ചിറക്കിയ ഉടൻ തന്നെ ദുബായിലെ സാഹചര്യം അധികൃതർ വിലയിരുത്തിയിരുന്നു. അതുവരെ യാത്രക്കാരോട് വിമാനത്തിനുള്ളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഏകദേശം 30 മിനിറ്റോളം വിമാനം വീണ്ടും പുറപ്പെടാനുള്ള സാധ്യതകൾ പരിശോധിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ യാത്ര റദ്ദാക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വിമാന കമ്പനിയുടെ നിർദ്ദേശപ്രകാരം യാത്രക്കാരെ പുറത്തിറക്കി. അടുത്ത 2 ദിവസത്തിനുള്ളിൽ യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചതായി യാത്രക്കാർ പറഞ്ഞു. Yeah, the situation is really getting tense day by day, and we are having drone attacks and missile attacks almost every night, at least 3 to 4 missiles every day. And so finally we decided to get out, and Bahrain is an island, so there is no flights operating out of Bahrain. The only link from Bahrain to Saudi is a causeway, and we had to take a bus, which Kerala Samaj arranged for a bus for us. And we, a family of around 12 people, got together, booked our tickets. We thank Kerala Samaj for organizing all these things, and we made it through successfully. It was really terrific, but we are happy to be back in India.